ഹലോ ബഡീസ്, നമ്മൾ ഇന്ന് പോകുന്നത് പ്രൈഡ് ലാൻഡ്സിലേക്കാണ്. പക്ഷേ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കഥയാണിത്. ഞാൻ അനീമേ മല്ലു. ഇന്ന് നമ്മൾ മുഫാസയുടെ ഒരു പുതിയ കഥ പറയാൻ പോകുന്നു. ധൈര്യം, സൗഹൃദം, പ്രയാസകരമായ ചില തീരുമാനങ്ങൾ എന്നിവയാൽ നിറഞ്ഞ ഒരു കഥ. എന്നാൽ കഥയിലേക്ക് പോകാം. ഇന്നത്തെ സ്റ്റോറി തുടങ്ങുന്നത് പ്രൈഡ് ലാൻഡ്സിലാണ്. സിംബയ്ക്ക് ഇപ്പോൾ കിയാര എന്ന് പേരുള്ള ഒരു മോളുണ്ട്. സിംബ ഹാപ്പിയായി കിയാരയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാലയ്ക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് മണത്തിലൂടെ മനസ്സിലാക്കുന്നു. സിംബ കിയാരയെ അവളുടെ ഗുഹയിലേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നു, മോളെ, അമ്മയെ റെസ്ക്യൂ ചെയ്ത് വൈകുന്നേരത്തോടെ ഞാൻ തിരിച്ചു വരും. കൊച്ചു കിയാരയ്ക്ക് അല്പം പേടിയാകുന്നുണ്ട്. പക്ഷെ സിംബ പറയുന്നു, പേടിക്കണ്ട മോളെ, തിമോനും പുമ്പയും ഇവിടെ ഉണ്ടല്ലോ നിന്നെ നോക്കാൻ. അങ്ങനെ സിംബ പോകുന്നു. നമ്മുടെ കൊച്ചു കിയാര ആദ്യമായിട്ടാണ് മഴ കാണുന്നത്. ഇരുട്ട് പരക്കാൻ തുടങ്ങിയപ്പോൾ കരിമേഘങ്ങൾ വന്നു, പിന്നാലെ മഴയും. മിക്ക സിംഹങ്ങളെയും പോലെ കിയാരയ്ക്കും മഴ ഒട്ടും ഇഷ്ടമല്ല. കൂട്ടത്തിലിപ്പോ അമ്മയും അച്ഛനും അവിടെയില്ല. പെട്ടെന്ന് എല്ലാവരുടെയും പ്രിയപ്പെട്ട ബുദ്ധിമാനായ കുരങ്ങൻ റഫീഖി പ്രത്യക്ഷപ്പെടുന്നു. കിയാരയ്ക്ക് റഫീഖിയെ കണ്ട് വലിയ സന്തോഷമായി. അവൾ മഴയെ എത്രത്തോളം പേടിക്കുന്നുവെന്ന് റഫീഖിയോട് പറയുന്നു. പുതിയ എന്തെങ്കിലും കാണുമ്പോൾ പേടിക്കുന്നവരുണ്ടോ ഇവിടെ? റഫീഖി ഒരു നല്ല കഥാകാരനെ പോലെ കിയാരയുടെ കുടുംബത്തിലെ ഏറ്റവും ധീരരായ സിംഹങ്ങൾ പോലും ഒരിക്കൽ വെള്ളത്തെ പേടിച്ചിരുന്നുവെന്നും എന്നാൽ പിന്നീട് അവർ പേടി മറികടന്നുവെന്നും വിശദീകരിക്കുന്നു. അപ്പോൾ റഫീഖി കിയാരയുടെ പ്രായമുള്ള ഒരു ചെറുസിംഹത്തിന്റെ കഥ പറയാൻ തീരുമാനിക്കുന്നു. ആ സിംഹം വളർന്ന് ഏറ്റവും ധീരനായ സിംഹങ്ങളിൽ ഒരാളായി മാറി. ആ സിംഹം മറ്റാരുമല്ല, മുഫാസ. മുഫാസ ജനിച്ചത് ഒരു തരിശുഭൂമിയിലാണ്. അവന്റെ അപ്പന്റെ പേര് അഹാദി, അമ്മയുടെ പേര് ഉറു. അവിടെ വർഷങ്ങളായി ഒരു തുള്ളി മഴ പോലും പെയ്തിട്ടില്ല. അതുകൊണ്ട് അവന്റെ അപ്പനും അമ്മയും എപ്പോഴും അവനോട് കഥ പറയും. എവിടെയോ ഒരു സ്ഥലമുണ്ട്, എപ്പോഴും പച്ചപ്പാർന്നത്, വെള്ളത്തിന് ഒട്ടും ക്ഷാമമില്ലാത്ത സ്ഥലം, മൃഗങ്ങൾക്ക് സ്വർഗം പോലെ ഒരു സ്ഥലം, പേര് മൈലി. സൂര്യോദയത്തിന്റെ ദിശയിലാണ് ആ സ്ഥലം, അതാണ് നിന്റെ ലക്ഷ്യസ്ഥാനം എന്നൊക്കെ. ഒരു ദിവസം മുഫാസ അവന്റെ അമ്മയുടെയും അപ്പന്റെയും കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം അവന്റെ ദേഹത്ത് വീഴുന്നു. ആകാശത്ത് കരിമേഘങ്ങൾ നിറയുന്നു, അതായത് മഴ പെയ്യാൻ പോകുന്നു. എല്ലാ മൃഗങ്ങളും സന്തോഷിക്കുന്നു. കളിക്കിടെ മുഫാസ ഒരു വറ്റിവരണ്ട കനാലിൽ ചെന്നു വീഴുന്നു. പിന്നെ പെരുമഴ തുടങ്ങുകയാണ്. കനാലിലെ വെള്ളം പെട്ടെന്ന് ഉയരുന്നുണ്ട്. നമ്മുടെ മുഫാസക്ക് ആദ്യമൊക്കെ മഴ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഈ മഴ എൻജോയ് ചെയ്യുകയാണ്. പക്ഷെ പെട്ടെന്ന് മഴ കനക്കാൻ തുടങ്ങി. കനാൽ വെള്ളം കവിഞ്ഞൊഴുകി. അപ്പൊ അഹാദി, അതായത് മുഫാസയുടെ അച്ഛൻ, അവനെ രക്ഷിക്കാൻ വെള്ളത്തിലേക്ക് ചാടുന്നു. പക്ഷേ ഒഴുക്ക് ഭയങ്കര ശക്തമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മുഫാസയെ രക്ഷിക്കാൻ പറ്റിയില്ല. മുഫാസ വെള്ളത്തിൽ ഒഴുകിപ്പോയി. മറ്റൊരു സിംഹത്തിന്റെ രാജ്യത്തേക്ക് മുഫാസക്ക് ബോധം വരുമ്പോൾ അവനൊരു മരക്കഷണത്തിന് മേലെ ഒഴുകി നടക്കുകയാണ്. ദൂരെ അവന്റെ പ്രായമുള്ള മറ്റൊരു സിംഹക്കുട്ടിയെ കാണുന്നു. അപ്പോൾ മുഫാസക്ക് ഒരു പ്രതീക്ഷ തോന്നി. ആ കുട്ടി അവന്റെ പേര് ടാക്ക എന്നാണെന്ന് പറഞ്ഞു. വേഗം വെള്ളത്തിൽ നിന്ന് കയറട, അതിൽ മുതലകളുണ്ട് എന്നും പറഞ്ഞു. മുഫാസ പരമാവധി ശക്തിയോടെ നീന്തുകയാണ്. പക്ഷെ രണ്ട് ചെറിയ മുതലകൾ അവന്റെ പിന്നാലെ ഓടി വരുന്നു. കരയിൽ ഏകദേശം എത്തിയപ്പോഴേക്കും മുതലകൾ അടുത്തെത്തി. ആ സമയത്ത് ടാക്ക അവന്റെ കൈകൊണ്ട് മുഫാസയെ പിടിച്ചു വലിച്ച് കരയിലേക്ക് കയറ്റി. ടാക്ക മുഫാസയുടെ ജീവൻ രക്ഷിച്ചു. അപ്പോഴാണ് ടാക്കയുടെ അമ്മ ആയിഷ അവനെ അന്വേഷിച്ചു വരുന്നത്. എടാ പൊട്ട, എവിടെയാടാ ഇത്ര ദൂരം ഒറ്റയ്ക്ക് പോയത്? നീ റോയൽ ബ്ലഡ് ആണ്, നിന്റെ ജീവൻ വളരെ വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ആയിഷ ടാക്കയെ ഒന്ന് വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ ടാക്ക പറയുന്നു, അമ്മേ, അവനൊരു സിംഹത്തിന്റെ ജീവൻ രക്ഷിച്ചതാ. ആയിഷ പറയുന്നു, അതൊക്കെ ശരി, പക്ഷെ ഒരു തെണ്ടിപ്പയ്യന്റെ കൂടെ അധികം കൂടരുത്. അപ്പോൾ മുഫാസ പറയുന്നു, ഞാൻ തെണ്ടിയൊന്നുമല്ല, വഴി തെറ്റിപ്പോയതാ. ഇത് കേട്ടതും ആയിഷയുടെ അമ്മ മനസ്സ് ഉണരുകയാണ്. അവൾ മുഫാസയെ അവളുടെ ഭർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. രാജാവായ അഹാദിയുടെ സഹോദരൻ ഉബാസി രാജാവ് ഐഷയോട് ചൂടാകുന്നു. കാരണം അവൾ ഒരു തെണ്ടിപ്പൂച്ചയെ അവന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷെ ഐഷ പറയുന്നു, മുഫാസക്ക് ഒരു വീട് വേണം, നമ്മൾ അവനെ വളർത്തണം. ഉബാസി പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു റേസ് നടത്താം, ടാക്കയും മുഫാസയും തമ്മിൽ. മുഫാസ ജയിച്ചാൽ എന്റെ രാജ്യത്തിൽ അവന് ഒരു സ്ഥാനം കൊടുക്കാം. ടാക്കയും മുഫാസയും ഓട്ടം തുടങ്ങി. മുഫാസയ്ക്ക് ഓട്ടി ക്ഷീണിച്ചു. ടാക്ക മുന്നിലെത്തി. പക്ഷേ ടാക്ക മുഫാസയെ ജയിപ്പിച്ചു വിട്ടു. കാരണം അവന് മുഫാസയെ വലിയ ഇഷ്ടമായിരുന്നു. അവന് എപ്പോഴും ഒരു ചേട്ടനെ വേണമായിരുന്നു. റേസ് കഴിഞ്ഞപ്പോൾ ഉബാസിക്ക് ടാക്കയോട് ദേഷ്യം വന്നു. നീ രാജകുടുംബത്തിൽ പിറന്നവനാണ്, എന്നിട്ട് ഒരു തെണ്ടിപ്പൂച്ചയോട് തോറ്റോ? പക്ഷേ മുഫാസയെ രാജ്യത്ത് നിർത്തേണ്ടി വന്നു. അവൻ പറഞ്ഞു, മുഫാസ പെൺസിംഹങ്ങളുടെ കൂടെയായിരിക്കും താമസിക്കുക, മെയിൻ ഡെന്നിലല്ല. അപ്പൊ ഇതിനുശേഷം ടാക്കായ്ക്കും മുഫാസക്കും ഇടയിലുള്ള ചങ്ങാത്തം കൂടിക്കൂടി വരുന്നു. മുഫാസക്കും ആയിഷക്കും ഇടയിലുള്ള ബോണ്ടും നല്ല സ്ട്രോങ് ആയി. എപ്പോഴും മുഫാസ ആയിഷയുടെ കൂടെ ആയതുകൊണ്ട് ആയിഷയ്ക്ക് ടാക്കയേക്കാൾ ഇഷ്ടം മുഫാസയായി. ആയിഷ മുഫാസയെ വേട്ടയാടാൻ പഠിപ്പിക്കുന്നുണ്ട്. ഉബാസി എന്നാലും ഒരു മടിയൻ സിംഹമായിരുന്നു, എപ്പോഴും കിടന്നുറങ്ങുക. അങ്ങനെ ടാക്കായും മുഫാസയും കളിച്ചു വളർന്നു. മുഫാസ വേറെ ലെവലായിരുന്നു കേട്ടോ. അവന്റെ സെൻസസ് ഒക്കെ ഭയങ്കര ഷാർപ്പ്, അലർട്ട്. ഉദാഹരണത്തിന് മാനിന്റെ മണം വേറെ സിംഹങ്ങളെക്കാൾ ദൂരെ നിന്ന് മണക്കാനും കാറ്റിന്റെ ദിശ കറക്റ്റായി പ്രഡിക്റ്റ് ചെയ്യാനുമൊക്കെ അവന് കഴിയുമായിരുന്നു.
ഒരു ദിവസം ആയിഷ മുഫാസയെയും കൂട്ടി മാനിനെ വേട്ടയാടാൻ പോയപ്പോൾ അവിടേക്ക് ചില അതിക്രമി കാട്ടുസിംഹങ്ങൾ വരുന്നു. ഇവന്മാർക്ക് ചാരനിറവും വെള്ളയുമായിരുന്നു നിറം. അവരെ കണ്ടപാടെ ആയിഷ മുഫാസയോട് പറയുന്നു, മുഫാസ ഒന്ന് കുനിഞ്ഞിരിക്ക്, നമുക്ക് ഈ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കാം. ദൂരെ നിന്നും താക്ക ഇതെല്ലാം കണ്ട് അവനും ഒളിച്ചിരിക്കുന്നു. പക്ഷേ ഒടുവിൽ വെള്ളസിംഹങ്ങൾ മുഫാസയെയും ആയിഷയെയും കണ്ടുപിടിച്ച് അറ്റാക്ക് ചെയ്യുന്നു. മുഫാസ ഭയങ്കര ധൈര്യത്തോടെ തിരിച്ചടിക്കുന്നു. താക്കയ്ക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷേ കുറ്റിക്കാട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ധൈര്യമില്ല. എന്തായാലും മുഫാസയുടെ ധൈര്യം കാരണം അവനും ആയിഷക്കും രക്ഷപ്പെടുന്നു. ഒരു വെള്ളസിംഹത്തെ അവൻ കൊല്ലുകയും ചെയ്യുന്നു. ബാക്കിയുള്ള വെള്ളസിംഹങ്ങൾ പേടിച്ചോടി പോകുന്നു. ആയിഷയ്ക്ക് ചെറിയ പരിക്കേറ്റു, പക്ഷേ സുരക്ഷിതയാണ്. എല്ലാം ശാന്തമായപ്പോൾ താക്ക കുറ്റിക്കാട്ടിൽ നിന്നിറങ്ങി വന്ന് ആയിഷയോടും മുഫാസയോടും മാപ്പ് പറയുന്നു. എനിക്ക് ധൈര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സഹായിക്കാതിരുന്നത്. ആയിഷ പറയുന്നു, ഒന്നും പറയണ്ട, വീണ്ടും നിന്റെ ധൈര്യം കാണിക്കാൻ നിനക്ക് അവസരം കിട്ടും. അപ്പൊ ഇതിനുശേഷം 3 പേരും ഉബാസിയുടെ അടുത്തേക്ക് പോവാണ്. അവിടെ നേരം രാത്രിയായിട്ടുണ്ട്. ആയിഷയെ മുറിവേറ്റിരിക്കുന്നത് കണ്ട് ഉബാസി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ, എങ്ങനെയാ മുറിവേറ്റത്? ആയിഷ പറയുകയാണ്, ചില വെള്ളസിംഹങ്ങൾ എന്നെയും മുഫാസയെയും ആക്രമിച്ചു. മുഫാസ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയേനെ. ഉബാസി മുഫാസയോട് നന്ദി പറയുന്നു. പക്ഷേ മുഫാസ പറയുകയാണ്, എനിക്ക് തോന്നുന്നു ഈ വെള്ളസിംഹങ്ങൾ രാവിലെ തന്നെ പ്രതികാരത്തിന് വീണ്ടും വരുമെന്ന്. എങ്ങനെയാ നീ അങ്ങനെ പറയുന്നത്? ഉബാസി ചോദിക്കുന്നു. ഒരു മെസ്സഞ്ചറിനെ വിട്ടു നോക്കാം എന്ന് മുഫാസ പറയുന്നു. ഉടനെ തന്നെ ഉബാസി ചിക്കയെ വെള്ളസിംഹങ്ങളുടെ ക്യാമ്പിലേക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ അയക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഊരിപ്പോയ സിംഹങ്ങൾ അവരുടെ ലീഡർ കിറോസിനോടെല്ലാം പറയുന്നത് ചിക്ക കാണുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും മുഫാസ കൊന്ന സിംഹം കിറോസിന്റെ മകനാണെന്ന് മനസ്സിലാവുന്നു. ഇനി കിറോസ് ഭയങ്കര കലിപ്പിലാണ്. അയാൾക്ക് രാജരക്തത്തിന്റെ പ്രതികാരം വേണം. എന്റെ മകനെ കൊന്ന മുഫാസയെയും ഉബാസിയുടെ അവകാശിയായ ടാക്കയെയും ഞാൻ കൊല്ലും. അപ്പോഴേ എനിക്ക് സമാധാനമാവൂ എന്ന് കിറോസ് തീരുമാനിക്കുന്നു. ചിക്ക ഉബാസിയിലേക്ക് തിരിച്ചു വന്ന് എല്ലാവരോടും പറയുകയാണ്, മുഫാസ പറഞ്ഞത് ശരിയാണ്. കിറോസ് നാളെ രാവിലെ എല്ലാ വെള്ളസിംഹങ്ങളുമായി വന്ന് ടാക്കയെയും മുഫാസയെയും കൊല്ലും. ഉബാസിയും ആയിഷയും ഭയങ്കര ടെൻഷനിലാവുന്നു. അവർ ഒരു തീരുമാനമെടുക്കുന്നു. മുഫാസയെയും ടാക്കയെയും മിയേലയിലേക്ക് അയക്കും. അതാണ് അവരെ രക്ഷിക്കാനുള്ള ഒരേയൊരു വഴി. ആദ്യം രണ്ടുപേരും വയ്ക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ ഉബാസിയുടെയും ആയിഷയുടെയും തീരുമാനത്തിന് സമ്മതിച്ച് മിയേലയിലേക്ക് പോകുന്നു. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കിറോസും അയാളുടെ ആർമിയും മുഫാസയെയും ടാക്കയെയും അന്വേഷിച്ചു എത്തുന്നു. ഉബാസി പറയുന്നു, എനിക്ക് യുദ്ധം വേണ്ട, സിംഹങ്ങൾക്ക് നിയമങ്ങളുണ്ട്. അങ്ങനെ മറ്റൊരു സിംഹത്തിന്റെ രാജ്യത്ത് കയറാൻ പാടില്ല. പക്ഷേ കിറോസിന് നിയമങ്ങളൊന്നും വേണ്ട. വഴിയിൽ കാണുന്ന എല്ലാ സിംഹങ്ങളെയും കൊന്നുകൊണ്ട് മുന്നോട്ടു പോകുന്നു. അതേസമയം മുഫാസയും ടാക്കയും സൂര്യന്റെ ദിശ നോക്കി മൈലിയെ അന്വേഷിച്ചു പോകുന്നു. പെട്ടെന്ന് മരങ്ങളിൽ നിന്നും എല്ലാ പക്ഷികളും പറന്നു പോകുന്നു. കാട് നിശബ്ദമാവുന്നു. കിറോസും ആർമിയും അവിടെ എത്തിയെന്ന് മുഫാസക്ക് മനസ്സിലാവുന്നു. ജീവൻ രക്ഷിക്കാനായിട്ട് അവർ ഓടുന്നു. പക്ഷെ ഒരു വലിയ കൊക്കയിലെത്തുന്നു. താഴെ വെള്ളച്ചാട്ടം. ടാക്ക പറയുന്നു, ചാടും മുഫാസ. മുഫാസ പറയുന്നു, ഇത്രയും ഉയരത്തിൽ നിന്നും ചാടിയാൽ നമ്മൾ മരിക്കും. പക്ഷേ വേറെ വഴിയില്ല. രണ്ടുപേരും വെള്ളത്തിലേക്ക് ചാടുന്നു. കഷ്ടിച്ച് കിറോസിൽ നിന്നും രക്ഷപ്പെടുന്നു. കിറോസ് മുകളിൽ നിന്നുകൊണ്ട് അവന്റെ പട്ടാളത്തോട് പറയുന്നുണ്ട്, എടാ പോയി അവരെ കണ്ടുപിടിക്ക്, ഞാൻ അവരെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. അതിനുശേഷം മുഫാസയും ടാക്കയും അവരുടെ യാത്ര തുടരുകയാണ്. ഇപ്പൊ രാത്രിയായി. കുറെ നേരമായി ആരോ ഇവരുടെ പിന്നാലെ നടക്കുന്നുണ്ട്. മുഫാസ നോക്കുമ്പോൾ അതൊരു സിംഹത്തിയാണ്. പേര് സറാബി, ഒരു രാജകുമാരി കൂടിയാണ്. കാട്ടിൽ വഴിതെറ്റിപ്പോയതാണ്. അവളുടെ ബോഡി ഗാർഡ് ജാസുവും കൂടിയുണ്ട്. ഇപ്പൊ 4 പേരും കൂടി ഒരു ടീമായി. അതോടെ അവരുടെ ഗ്രൂപ്പ് കൂടുതൽ സ്ട്രോങ് ആയി. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു മരമാണ്. ആ മരത്തിൽ കുറെ കുരങ്ങന്മാരുണ്ട്. എല്ലാരും കൂടി ഒരൊറ്റ കുരങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ ബാക്കിയുള്ള കുരങ്ങന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. അവൻ എന്തൊക്കെയോ ആത്മീയ ശക്തിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ചീറ്റയോ പുള്ളിപ്പുലിയോ എന്തോ ആ മരത്തിൽ കയറി ഇവരെ പിടിക്കാൻ നോക്കുന്നത്. അപ്പൊ എല്ലാ കുരങ്ങന്മാരും കൂടി തീരുമാനിച്ചു, ദേ നിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കുകയാണ്. ആ കുരങ്ങനും പോകാൻ തയ്യാറായി. ആ കുരങ്ങന്റെ പേര് റഫീഖി എന്നാണ്. മുഫാസ, ടാക്ക, സറാബി, ജാസു എന്ന് പറഞ്ഞ 4 പേര് രാത്രി നടക്കുമ്പോൾ റഫീഖി എന്നൊരാളെ കാണുന്നു. റഫീഖിയെ കണ്ടതും ഇവറ്റകൾക്ക് ഒന്ന് ഞെട്ടലാണ്. കാരണം മറ്റേ കുരങ്ങന്മാരെ പോലെയൊന്നുമല്ല ഇയാൾ. ഇവറ്റകൾ ചോദിക്കുന്നുണ്ട്, ചേട്ടാ മിയേലേക്കാണോ പോകുന്നേ? മിയേല ആ വഴിക്കാണോന്നൊന്ന് പറഞ്ഞു തരുമോ? മിയേല എന്ന് വെച്ചാൽ മൃഗങ്ങളുടെ സ്വർഗം പോലെയാണ്. റഫീഖി അവന്റെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ശരിയായ വഴിയിൽ തന്നെയാണ്. റഫീഖിക്ക് ഫ്രീ ആയതുകൊണ്ട് അവരോടൊപ്പം മിയേലിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തൂടെ നടക്കുമ്പോൾ ടാക്ക മുഫാസയുടെ അടുത്തേക്ക് വന്ന് പറയുന്നു, എടാ മുഫാസെ, എനിക്ക് സറാബിയെ വല്ലാതെ ഇഷ്ടമായി പോയി. എങ്ങനെയാണ് അവളോട് എന്റെ പ്രണയം പറയുക എന്ന് ഒരു ഐഡിയ താ. മുഫാസ പറയുന്നു, നീ പോയി സറാബിയോട് പറയ്, അവൾക്ക് നല്ല പൂവിന്റെ മണം. ടാക്ക ചോദിക്കുന്നു, അതെങ്ങനെ നിനക്കറിയാം? മുഫാസ മറുപടി പറയുന്നു, എന്റെ മണക്കാനുള്ള കഴിവ് മറ്റു സിംഹങ്ങളെക്കാൾ കൂടുതലാണ്. പിന്നെ മുന്നിൽ നടന്നു പോകുന്ന സറാബിയുടെ അടുത്തേക്ക് ടാക്ക ചെന്ന് അതേ കാര്യം പറയുന്നു. സറാബിക്ക് ഭയങ്കര ഇംപ്രഷൻ. ആഹാ, എന്റെ മണം തിരിച്ചറിഞ്ഞല്ലോ എന്നും പറഞ്ഞ് രണ്ടുപേരും സംസാരിച്ചു തുടങ്ങുന്നു.
അത് കഴിഞ്ഞപ്പോൾ കിറോസും അയാളുടെ പട്ടാളവും അവരെ കണ്ടെത്തിയെന്നും അവർ കുടുങ്ങിയെന്നും കണ്ട് അവർ ഞെട്ടിപ്പോയി. അപ്പോൾ റഫീഖി കുറെ ആനകൾ അങ്ങോട്ട് പോകുന്നത് കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ ആനകളെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് ചിതറിച്ചാൽ റഫീഖിനും കൂട്ടർക്കും രക്ഷപ്പെടാൻ പറ്റുമെന്ന് അവൻ ചിന്തിക്കുന്നു. പെട്ടെന്നൊരു തേനീച്ചക്കൂട് കാണുന്നതും അവനൊരു ബുദ്ധി തോന്നുന്നു. ഒരു വടിയെടുത്ത് തേനീച്ചക്കൂട് അങ്ങ് തല്ലിപ്പൊട്ടിക്കുന്നു. അതോടെ ആനകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു തുടങ്ങി. റഫീഖിന്റെ ഐഡിയ കാരണം കിറോസിനും പട്ടാളത്തിനും മുഫാസയുടെ അടുത്തെത്താൻ പറ്റുന്നില്ല. പക്ഷേ ആ കൺഫ്യൂഷനിൽ ഒരു ആന സറാബിയെ ഇടിക്കുകയും അവൾ ബോധരഹിതയായി വീഴുകയും ചെയ്യുന്നു. മുഫാസയും ടാക്കയും ജാസുവും റഫീഖിയും ഒക്കെ ഒരു മരത്തണലിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. സറാബി ബോധമില്ലാതെ വീണത് കണ്ടതും മുഫാസ മാത്രം അവളെ രക്ഷിക്കാൻ ആ ആനക്കൂട്ടത്തിനിടയിലേക്ക് പോകുന്നു. കലാപമൊക്കെ കഴിഞ്ഞ് സറാബി കണ്ണു തുറക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആരാ എന്നെ രക്ഷിച്ചത്? മുഫാസ പറയുക, ടാക്കാണ് രക്ഷിച്ചത്. കാരണം എനിക്കറിയാം ടാക്ക നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരുപക്ഷെ നീയും ടാക്കയെ സ്നേഹിച്ചു തുടങ്ങുമായിരിക്കും. മുഫാസ തന്റെ പേരെടുത്തതിൽ ടാക്ക ഒന്ന് ഞെട്ടുന്നുണ്ട്, ഒപ്പം സന്തോഷവുമുണ്ട്. സറാബി ടാക്കയ്ക്ക് നന്ദി പറയുന്നു. എന്നിട്ട് എല്ലാവരും കൂടെ മൈലയിലേക്ക് യാത്ര തുടരുകയാണ്. അടുത്ത ദിവസം രാവിലെയോടെ അവരെല്ലാം ഒരു മഞ്ഞുമലനിരയിൽ എത്തിച്ചേരുന്നു. റഫീഖി തന്റെ ആത്മീയ ശക്തി ഉപയോഗിച്ച് മീലെ ഈ മലനിരയ്ക്ക് പിന്നിലാണെന്ന് പറയുന്നു. പിന്നെ അവരെല്ലാവരും മല കയറി മീലയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ഈ സമയം മുഫാസയെ പിന്തുടർന്നുകൊണ്ട് കിറോസും അയാളുടെ സൈന്യവും മഞ്ഞുമലയിലെത്തിയിട്ടുണ്ട്. കിറോസിന് അവരുടെ കാൽപ്പാടുകൾ നോക്കി പിന്തുടരാൻ പറ്റുമെന്ന് മുഫാസയ്ക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് മുകളിൽ നിന്നും മഞ്ഞ് താഴേക്ക് തള്ളിയിടാൻ ജാസുവിനോട് മുഫാസ പറയുന്നു. അങ്ങനെ അവരുടെ കാൽപ്പാടുകൾ കിറോസിന് കാണാൻ പറ്റില്ല. ജാസു അങ്ങനെ ചെയ്യുന്നു. മുഫാസയുടെ ബുദ്ധിപരമായ നീക്കം വിജയിക്കുകയും ചെയ്യുന്നു. ഒരു രാത്രിയിൽ മലകളിലൂടെ നടക്കുമ്പോൾ സറാബിക്ക് ആനകളിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം ഓർമ്മ വരുന്നു. അവൾ മുഫാസയോട് സത്യം പറയാൻ ആവശ്യപ്പെടുന്നു. തന്നെ രക്ഷിച്ചത് ടാക്കായിരുന്നോ അതോ മുഫാസ തന്നെയായിരുന്നു? സറാബി തന്നോട് പ്രേമത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി മുഫാസ ടാക്കയാണെന്ന് പറയുന്നു. പക്ഷേ പെൺകുട്ടികൾക്കൊക്കെ ഒരു സിക്സ്ത് സെൻസ് ഉണ്ടെന്നറിയാമല്ലോ. എല്ലാം അറിയാം. മുഫാസയോട് കള്ളം പറയരുതെന്നും തന്നെ രക്ഷിച്ചത് അവൻ തന്നെയാണെന്നും സറാബി പറയുന്നു. ഒടുവിൽ മുഫാസ സത്യം സമ്മതിക്കേണ്ടി വരുന്നു. അതിനുശേഷം സറാബിയും മുഫാസയും പരസ്പരം പ്രണയം ഏറ്റുപറയുന്നു. ടാക്ക ഇതെല്ലാം ദൂരെ നിന്ന് കാണുന്നുണ്ട്. മുഫാസ തന്റെ പ്രണയത്തെ അടിച്ചുമാറ്റിയത് കണ്ടപ്പോൾ ടാക്കയ്ക്ക് ചൊറിഞ്ഞു കയറുകയാണ്. എടാ മുഫാസ, നീ എന്റെ പെണ്ണിനെ അടിച്ചുമാറ്റിയല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ മുഫാസയെ ഒറ്റിക്കൊടുക്കാൻ ടാക്ക് തീരുമാനിക്കുന്നു. ആ രാത്രി തന്നെ മഞ്ഞുമലകളിലേക്ക് കിറോസിനെ കാണാൻ ടാക്ക് പോകുന്നുണ്ട്. കിറോസിനെ കണ്ടപ്പോൾ ടാക്ക് പറയുന്നു, എനിക്ക് മുഫാസയെ കൊല്ലണം, ഞാൻ നിങ്ങളുടെ ആർമിയിൽ ജോയിൻ ചെയ്യാം. കിറോസ് ടാക്കയെ സ്വീകരിച്ചു പറയുന്നു, നാളെ നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയെല്ലാം നിന്റെ കാൽപ്പാടുകൾ പതിപ്പിച്ചിട്ട് പോണം കേട്ടോ. ടാക്കയും അങ്ങനെ തന്നെ ചെയ്യുന്നു. രാവിലെ താക്ക മുഫാസയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, എടാ പുല്ലേ, നീ എവിടെയായിരുന്നു രാത്രി മുഴുവൻ എന്ന് മുഫാസ ചോദിക്കുന്നുണ്ട്. ഒരു ഹണ്ടിന് പോയതായിരുന്നു, ഒന്നും കിട്ടിയില്ല എന്നാണ് താക്ക പറയുന്നത്. അതിനുശേഷം എല്ലാവരും നടന്നു പോകുന്നു. അവസാനം മിയേൽ എന്നൊരു പച്ചപ്പെട്ടുടുത്ത രാജ്യത്ത് എത്തുകയാണ്. അവിടെ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിക്കുന്നു. പക്ഷെ മുഫാസ അവിടെ എത്തിയപ്പോൾ മറ്റു മൃഗങ്ങൾ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. കാരണം കൈറോസ് നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അവനിവിടെ എത്തിയാൽ ഞങ്ങളുടെ ജീവനും അപകടത്തിലാകും. അയ്യോ, അവൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, കാരണം നമ്മൾ ഒരു പാടും കാണിച്ചിട്ടില്ലല്ലോ എന്നാണ് മുഫാസ പറയുന്നത്. പക്ഷേ അപ്പോഴേക്കും പിന്നിൽ നിന്നും ഒരു വമ്പൻ ഗർജനം. കൈറോസ് മിയേലിൽ എത്തിയിരിക്കുന്നു. മുഫാസക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാടാ നീ ഇവിടെ എത്തിയത്? അതൊക്കെ നിന്റെ താക്കയുടെ പണിയാണ്. അവൻ എല്ലായിടത്തും കാൽപ്പാടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മുഫാസക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല താക്ക തന്നെ ചതിക്കുമെന്ന്. പക്ഷെ അതാണ് സത്യം. അപ്പൊ ഇതിനുശേഷം കിറോസും മുഫാസയും തമ്മിൽ അടി തുടങ്ങാണ്. മറ്റ് മൃഗങ്ങളും കിറോസിന്റെ പട്ടാളവുമായിട്ട് അടി തുടങ്ങുന്നു. അരിക്കുന്നതിനിടയിൽ കിറോസും മുഫാസയും ടാക്കയും ഒരു കൊക്കയിലേക്ക് വീഴുകയാണ്. അവിടെ വെച്ച് കിറോസും മുഫാസയെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് ടാക്ക. ഇതൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് അവന്റെ അമ്മ ആയിഷ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. എടാ മോനെ, നിനക്കും ധൈര്യം കാണിക്കാൻ ഒരു അവസരം വരും. കിറോസ് മുഫാസയുടെ മുഖത്തേക്ക് അടിക്കാൻ വന്നപ്പോൾ ടാക്ക അവന്റെ മുന്നിൽ ചാടിക്കയറുകയാണ്. അതുകൊണ്ട് കിറോസിന്റെ ആക്രമണം ടാക്കയുടെ മുഖത്താണ് വന്നു പതിച്ചത്. അങ്ങനെ അവന്റെ മുഖത്ത് ഒരു വലിയ മുറിവുണ്ടാവുകയാണ്. അതിനുശേഷം ടാക്കയും മുഫാസയും കൂടെ കിറോസിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയാണ്. അപ്പോഴേക്കും അവന്റെ മേത്തേക്ക് ഒരു പാറ വീണ് കിറോസ് ചത്തുപോകുന്നുണ്ട്. കിറോസിൽ നിന്ന് എല്ലാവരെയും രക്ഷിച്ചതുകൊണ്ട് മുഫാസ മീലയിലെ രാജാവായി. മീലയിൽ വെച്ച് മുഫാസ അവന്റെ അമ്മയെ കാണുന്നു. അവര് മുഫാസയെ കാണുമ്പോൾ അവൻ വലുതായിട്ടുണ്ട്. എല്ലാ മൃഗങ്ങളും മുഫാസയോട് ടാക്കയെ മീലയിൽ നിന്ന് ഓടിച്ചു കളയാൻ പറയുന്നു. പക്ഷേ മുഫാസ പറയുന്നത് താൻ മീലയിലെ രാജാവായിരിക്കുന്നിടത്തോളം കാലം ടാക്ക തന്റെ രാജ്യത്ത് തന്നെ കൂടെ താമസിക്കുമെന്നാണ്. ഇന്നു മുതൽ ഞാൻ ഒരിക്കലും ടാക്ക എന്ന പേര് പറയില്ല എന്നും മുഫാസ പറയുന്നു. അപ്പോൾ ടാക്ക തന്നെ പറയുന്നു, ഇന്നു മുതൽ എന്റെ പേര് സ്കാർ എന്നാണ്. അങ്ങനെ ആരെങ്കിലും എന്റെ പേര് പറയുമ്പോൾ എന്റെ തെറ്റ് അവർക്ക് ഓർമ്മ വരും. കിയാറിയോട് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നേരം വെളുത്തു. അത് കഴിഞ്ഞ് കിയാറയ്ക്കും വെള്ളത്തെ പേടിക്കണ്ട എന്നൊരു ധൈര്യം കിട്ടുന്നു. അവൾ നോക്കുമ്പോൾ സിംബയും നാലയും തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ അവർ മാത്രമല്ല, അവരുടെ കുഞ്ഞു മോനും കൂടിയുണ്ട്. അവനെ കണ്ടപ്പോൾ കിയാറയ്ക്ക് വലിയ സന്തോഷമായി. മച്ചാന്മാരെ, മുഫാസ ദ ലയൺ കിങ് സിനിമയുടെ കഥ പറച്ചിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഫ്രണ്ടിന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുവരെ ബാക്കി അനിമെ കഥകൾ കേട്ടോണ്ടിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ ഫ്രം അനിമെ മല്ലു.